നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. പഴയ ബസ് സ്റ്റാൻഡിലെ അനധികൃത വാഹന പാർക്കിങ്ങും പട്ടിശല്യവും അടിയന്തര നടപടി വേണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി. തുടർച്ചയായ നിവേദനങ്ങൾ നൽകിയിട്ടും ഇതുവരെ അധികൃതരുടെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടായിട്ടില്ലെന്ന് യോഗം വിലയിരുത്തി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പഴയ ബസ് സ്റ്റാൻഡ് യൂണിറ്റ് യോഗം മണ്ഡലം പ്രസിഡന്റ് കെ വി സലീം ഉദ്ഘാടനം ചെയ്തു. പഴയ ബസ് സ്റ്റാൻഡും പരിസരവും പട്ടിശല്യം കാരണം പൊറുതിമുട്ടിയിരിക്കുന്നു. പട്ടിയുടെ കടിയേൽക്കുകയും മരണങ്ങൾ വാർത്തയാവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഭീതിയോടെയാണ് വ്യാപാരികളും പൊതുജനങ്ങളും പഴയ ബസ് സ്റ്റാൻഡിൽ വന്നു പോകുന്നത്. അപകടകരമായ സാഹചര്യമാണ് നിലവിലുള്ളത്. പട്ടികൾക്ക് കോഴി വേസ്റ്റും മറ്റു ഭക്ഷണ അവശിഷ്ടങ്ങളും കൊണ്ടുവന്ന് നൽകുന്നവരുടെ ഫോട്ടോയടക്കം ബന്ധപ്പെട്ടവരെ അറിയിച്ചിരുന്നുവെങ്കിലും ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ജനങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയാവുന്ന വിഷയത്തിൽ അധികൃതരുടെ ഭാഗത്തു നിന്നും ശക്തമായ ഇടപെടൽ ഉണ്ടാവണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികൾ പറഞ്ഞു. ബസ് സ്റ്റാൻഡിലെ അനധികൃത പാർക്കിംഗ് കാര്യത്തിലും നിരവധി തവണ നൽകിയ പരാതികൾ പരിഗണിക്കപ്പെട്ടിട്ടില്ല. മദ്യവിൽപ്പന ഉപയോഗം, ചൂതാട്ടം, അനാശാസ്യ പ്രവർത്തനങ്ങൾ, ലഹരി ഉപയോഗം, വിൽപ്പന തുടങ്ങിയ സകല പ്രവർത്തനങ്ങൾക്കും മറയാണ് അനധികൃത പാർക്കിംഗ്. വ്യാപാര സ്ഥാപനങ്ങൾക്കും യാത്രക്കാർക്കും ഭീഷണിയായി ഗുണ്ടാ സംഘങ്ങളുടെ കേന്ദ്രമായും ബസ് സ്റ്റാൻഡ് മാറിയിട്ടുണ്ട്. ഈ വിഷയങ്ങളിൽ അടിയന്തര ഇടപെടൽ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാത്ത പക്ഷം വമ്പിച്ച പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പഴയ ബസ് സ്റ്റാൻഡ് യൂണിറ്റ് യോഗം തീരുമാനിച്ചു. ബസ് സ്റ്റാൻഡ് യൂണിറ്റ് പ്രസിഡന്റ് നാസർ കോട്ടച്ചേരി അധ്യക്ഷത വഹിച്ചു. അസീസ് വടക്കുംപാട്, അബ്ദുറഹ്മാൻ മാസ്റ്റർ, ഷുഹൈബ്, സജിത്ത്, അഹമ്മദ് മെലഡി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. കൂടുതൽ വാർത്തകൾ അറിയാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. വാർത്തകളുടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.